നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിലുള്ള തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിച്ചിട്ട് എപ്പോൾ പോകും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമുക്കൊരു പിടികിട്ടാത്ത ചോദ്യമാണ്, ഒരു ടെൻഷനാണ്. എപ്പോഴാണ് ഇവർ എപ്പോഴും തേർഡ് പേഴ്സണായിട്ട് കണക്ഷനിലാണ്, എപ്പോഴാണ് പോകുക, അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം തേർഡ് പാർട്ടിയുടെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കും. ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്താണ്, അവർക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്, പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ഷൻ വെച്ചിരിക്കുന്നത്, എന്താണ് അവരുടെ ഉദ്ദേശം, അത് നോക്കും. പിന്നെ ഇത് നോക്കുന്നത് എപ്പോഴത്തേക്കാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിച്ച് പോവുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. റെസനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൺഫർമേഷൻ നിങ്ങളുടെ റീഡിംഗ് ആണോ, ഇത് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കാം. വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തോളൂ. നമുക്ക് എന്നിട്ട് റീഡിങ്ങിലേക്ക് പോകാം. ഞാൻ എപ്പോഴൊന്ന് പ്രാർത്ഥിച്ചേക്കട്ടെ. ഓം നമ ശിവായ. അപ്പോൾ രണ്ടാമത്തെ കാർഡും മൂന്നാമത്തെ കാർഡും ഞാൻ മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇത് തേർഡ് പാർട്ടിയുടെ എനർജി, നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിലുള്ള തേർഡ് പാർട്ടിയുടെ എനർജിയാണിത്. ആദ്യം നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭയങ്കര സങ്കടത്തിലായിരിക്കും, ഭയങ്കര ടെൻഷനായിരിക്കും, ഡിപ്രഷനൊക്കെ ഉണ്ടാവാൻ ചിലപ്പോൾ. ഭഗവാനെ നമുക്ക് എന്ത് ഓറക്കിൾ മെസ്സേജാണ് ദൈവം തരാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം നമുക്ക് കേട്ടോ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്. ഭഗവാനെ, രണ്ട് കാർഡ്സാണ് വേണ്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കാർഡ്സ് വീഴാനില്ല, രണ്ടല്ല മൂന്നെണ്ണം വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് മൂന്നെണ്ണമാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം പറയുന്നത് നിങ്ങളുടെ തേർഡ് ഐ ചക്ര ബ്ലോക്ക്ഡ് ആണ്. തേർഡ് ഐ ചക്ര ബ്ലോക്ക്ഡ് ആകുമ്പോൾ നമുക്ക് മൊത്തം കൺഫ്യൂഷൻ ആവും, എന്താണ് നടക്കുന്നത്, ഏതാണ് ശരി, ഏതാണ് തെറ്റ്. ചിലപ്പോൾ നമ്മളുടെ മുമ്പിലുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതിനൊക്കെ തേർഡ് ഐ ചക്ര അൺബ്ലോക്ക് ചെയ്യുന്നത് നമ്മളുടെ മനസാക്ഷിയെ ശരിക്കും നമ്മളെ മനസാക്ഷി നമ്മളോട് പറയുന്ന കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു കഴിവാണ് നമുക്ക് നഷ്ടമാകുന്നത് ഈ തേർഡ് ഐ ചക്ര ബ്ലോക്ക്ഡ് ആയിട്ട് കിടക്കുമ്പോൾ. രണ്ടാമത്തെ കാർഡ് പറയുന്നത് എംബ്രേസിങ് ദ റെലം ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾ, ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണല്ലോ ഈ പേഴ്സൺ, നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ അംഗീകരിക്കുന്നില്ല. അത് ചിലപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ തോന്നലായിരിക്കാം തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടെന്ന്. അവർ തമ്മിലുള്ള സിറ്റുവേഷൻ നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ, കാർഡ് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ അംഗീകരിക്കുക, എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, പക്ഷെ അത് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേഴ്സണെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കരുത്, ആവശ്യമില്ലാതെ ഇൻസൾട്ട് ചെയ്യരുത്. ഇതൊക്കെയാണ് യൂണിവേഴ്സ് പറയുന്നത്. കാര്യം നാളെ ഒരിക്കൽ നിങ്ങൾ അത് ഓർത്ത് പശ്ചാത്തപിക്കേണ്ടി വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം യൂണിവേഴ്സ് പറയുന്നത് സാക്രിഫൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ കാര്യം അത് ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അതൊരു വിഷമാണ്.
ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ഓവർ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ വിചാരിച്ചെടുത്ത് നിങ്ങളുടെ ജീവിതം നരകമാക്കുകയായിരിക്കാം. അപ്പോൾ ഇതൊരു വിഷമാണ് നിങ്ങൾ ഈ കൊണ്ട് നടക്കുന്ന മനസ്സിൽ. അത് നിങ്ങൾ ത്യജിക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ 3 കാർഡ്സാണ് വന്നത്. ഇതിനെക്കുറിച്ച് ആലോചിക്കണം കാര്യമായിട്ട്. തേർഡ് പാർട്ടിയുടെ എനർജി എന്താണെന്ന് നോക്കാം. തേർഡ് പാർട്ടിയുടെ എനർജി വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. സമയം മാറണമെന്ന് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ തേർഡ് പാർട്ടി ഇപ്പോൾ ഉള്ള സമയത്തിൽ തേർഡ് പാർട്ടി ഹാപ്പി അല്ല. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ ആണ് സോഡിയാക് സൈൻ. അപ്പോൾ തേർഡ് പാർട്ടി ഇപ്പോൾ ഉള്ള തേർഡ് പാർട്ടിയുടെ എന്താണ് അവർ സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ തേർഡ് പാർട്ടി ഹാപ്പി അല്ല എന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടിക്ക് ഒരു ബെറ്റർ ലൈഫ് വേണം. അപ്പോൾ തേർഡ് പാർട്ടി ഇതുവരെ ജീവിച്ചതും ഇപ്പോൾ ജീവിക്കുന്നതും എല്ലാം വലിയ ഹാപ്പി അല്ലാത്ത ഒരു ജീവിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി വിചാരിക്കുന്നത് എൻ്റെ ഫ്യൂച്ചറെങ്കിലും നന്നാവണം എന്നാണ് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ തേർഡ് പാർട്ടി. എൻ്റെ ജീവിതം മാറണം, ഒരു ബെറ്റർ നാളെ എനിക്ക് വരണം എന്ന് തേർഡ് പാർട്ടി അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഭവാനി 4 കാർഡ് മറിഞ്ഞാൽ എടുക്കുകയാണിത്. എന്തായാലും ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ മൊത്തം നഷ്ടബോധമാണ് തേർഡ് പാർട്ടിക്ക്. എന്നുവെച്ചാൽ തേർഡ് പാർട്ടി എപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും ആവേണ്ടതായിരുന്നില്ല, നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നു എനിക്ക്, വളരെയധികം പ്രാരാബ്ധം. അപ്പോൾ എല്ലാം എന്തൊക്കെയോ ഇട്ടെറിഞ്ഞു പോകുന്ന ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. എന്തോ ഡിസിഷൻ എടുത്തത് ശരിയായില്ല. ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്ന് പുറത്തേക്ക് വന്ന തേർഡ് പാർട്ടി ഒരു തീരുമാനമെടുത്തു. ഈ ചിലപ്പോൾ ആരുടെ പ്രതികാരം തീർക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ബെറ്റർ ലൈഫ് കിട്ടുമെന്ന് വിചാരിച്ച ഒരു തീരുമാനമെടുത്തു. പക്ഷേ അത് ശരിയായില്ല എന്നൊരു ബോധം തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് മുമ്പോട്ട് പോകണം, എൻ്റെ ഈ ജീവിതം മാറണം, സിറ്റുവേഷൻ മാറണം എന്ന് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ഇവിടെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, സോഡിയാക് സൈൻ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ തേർഡ് പാർട്ടി വലിയ ഹാപ്പി അല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. തേർഡ് പാർട്ടി എടുത്തു ചാടി എടുത്ത ഒരു തീരുമാനമാണോ അതോ ഒരു വഴിയും കാണാതെ ഇരുട്ട് തപ്പിയപ്പോൾ കിട്ടിയ ഒരു വഴിയാണോ നിങ്ങളുടെ പേഴ്സണലുമായിട്ടുള്ള റിലേഷൻഷിപ്പ്? ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇവിടെ സോഡിയാക് സൈൻ ഫിക്സ്ഡ് വന്നേക്കുന്ന ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ ആണ്. അതിലേതെങ്കിലും ആകാം നിങ്ങളുടെ പേഴ്സൻ്റെ സോഡിയാക് സൈൻ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ സോഡിയാക് സൈൻ, അതോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ബർത്ത് ചാർട്ടിൽ വളരെ സ്ട്രോങ് ആയിട്ട് സോഡിയാക് സൈൻസ് ഉണ്ടാവും. തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ? തേർഡ് പാർട്ടി ഒരു വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ തേർഡ് പാർട്ടി പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ഇവിടെ നിന്നെല്ലാം. കാരണം എനിക്ക് നല്ലൊരു സമയം വരണമെന്ന് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട് തേർഡ് പാർട്ടിക്ക്. അപ്പോൾ തേർഡ് പാർട്ടി എന്താ പറയുക, കടല് കടന്നു പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ സീക്രട്ട് ആയിട്ടാണ് വെച്ചേക്കുന്നത്, വളരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പുറത്തേക്ക് പോകാനുള്ള ഒരു ട്രയലിലാണ് തേർഡ് പാർട്ടി. എങ്ങനെയെങ്കിലും ഈ നാട് വിട്ടു പോകണം. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ദൂരെ പോകാനായിരിക്കും ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സണലുമായിട്ടുള്ള ജീവിതവും അത്ര വലിയ നല്ലതല്ല, ഒരു വ്യത്യാസം ഇല്ലെന്നാണ് തേർഡ് പാർട്ടി പറയുന്നത്. തേർഡ് പാർട്ടി കുറേ കഷ്ടപ്പെട്ടതാണ്. ഒരു എന്താ പറയുക, നിരാശയും ഹൃദയവേദനയൊക്കെ ഒരു 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 എല്ലാ റിലേഷൻഷിപ്പിലും അങ്ങനെ ഒരു ഇതിലും കൂടെ പോയതാണ് തേർഡ് പാർട്ടി. അപ്പോഴാണ് എന്തോ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചാണോ അതോ ജനറലി തേർഡ് പാർട്ടിക്ക് ഒരു തിരിച്ചറിവായതാണോ എന്നറിയില്ല. എന്തായാലും തേർഡ് പാർട്ടി പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ നാട് വിടണം, എത്രയും ദൂരെ പോകാൻ പറ്റുമോ അത്രയും ദൂരെ പോകണമെന്ന് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. വളരെ സീക്രട്ടായിട്ടാണ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു എനർജി ആയിരിക്കാം. ഇവിടെ ഒരു സീക്രട്ടിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. വളരെ രഹസ്യമായിട്ടാണ് തേർഡ് പാർട്ടി മുങ്ങാൻ പോകുന്നത്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ പിന്നെയും വരുന്നത് ക്യാൻസർ ആണ്, അതല്ലാതെ വരുന്നത്. അപ്പോൾ ഇതാണ് തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇനി തേർഡ് പാർട്ടിക്ക് ഇപ്പം നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്?
തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് ഇപ്പം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ വലിയ അണ്ടർസ്റ്റാൻഡിങ് ഒന്നുമില്ല. നേരെ നോക്കിയാൽ വഴക്കിടുന്നുണ്ട് രണ്ടുപേരും. അപ്പം അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട് തേർഡ് പാർട്ടിക്ക്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ സഹായിക്കുന്നുണ്ടാവാം. എന്നാലും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, സഹകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു തരത്തിലും. എങ്ങനെയെങ്കിലും ഇതൊരു പശ്ചാത്താപം, തെറ്റ് ചെയ്തതായിട്ട് തേർഡ് പാർട്ടിക്ക് ഒരു ഫീലിങ്സ് ഉണ്ട്. അതായിരിക്കാം തേർഡ് പാർട്ടിക്ക് ഒരു ഉൾവിളി ഉണ്ടായതുപോലെ ഇവിടെ കാണിച്ചിരുന്നു. അപ്പൊ ആ ഒരു ഉൾവിളി ഉണ്ടായിട്ടുണ്ട്. ഒരു തെറ്റ് ചെയ്തു, ഞാൻ ഈ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ്, എനിക്ക് അതിലുള്ള പാപം കിട്ടും, ശാപം കിട്ടും, എൻ്റെ ജീവിതം ഒരിക്കലും നന്നാവില്ല എന്നൊരു തോന്നല് തേർഡ് പാർട്ടിക്ക് വരുന്നുണ്ട്. അപ്പൊ തേർഡ് പാർട്ടി ഇതുവരെ ചെയ്ത് കൂട്ടിയ എല്ലാ കാര്യങ്ങളും ഓർക്കുമ്പോൾ തേർഡ് പാർട്ടിക്ക് ഭയങ്കര ടെൻഷനാണ്. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പോകണം, പുറത്തേക്ക് പോകണം എന്ന് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിയാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട് തേർഡ് പാർട്ടി. അപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യത്തിലും അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലില്ല, അവർ തമ്മിൽ സഹകരണമില്ല, അവർ തമ്മിൽ കൺഫ്യൂഷൻ ഇല്ല. തേർഡ് പാർട്ടി മൊത്തം കൺഫ്യൂസ്ഡ് ആണ്. ഇതെന്താണ് ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ തമ്മിൽ. മാക്സിമം നിങ്ങളുടെ പേഴ്സണലിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാണ് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഒരു ഗിൽറ്റി കോൺഷ്യസ് ആണ് തേർഡ് പാർട്ടി. അതുകൊണ്ടാണ് തേർഡ് പാർട്ടി അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും ബ്ലോക്ക്ഡ് ആയിരിക്കും തമ്മിൽ. മനസ്സിലായോ? തേർഡ് പാർട്ടിക്ക് എന്തായാലും വളരെ ഒരു പശ്ചാത്താപം ഉണ്ടാവുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. സ്കോർപ്പിയോ ആണത്. ഓക്കെ. എന്നാലും എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇവർ തമ്മിൽ ഈ കണക്ഷൻ ഉള്ളത് എന്ന് വെച്ചാൽ, ഇവർ ബ്ലോക്ക് ആക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് ഇപ്പോഴും. അപ്പൊ തേർഡ് പാർട്ടി ഇപ്പോൾ നാട് കടന്ന് പോകാൻ പോവുകയാണ്. അപ്പോൾ എന്നാലും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇടയ്ക്കെങ്കിലും എന്ന് വെച്ചാൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴൊക്കെ നിങ്ങളുടെ പേഴ്സണെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ്? ഇവരൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. ഇത് കണ്ടോ, ലവേഴ്സ് ആണ്. ഒരു പൊട്ടിത്തെറി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അകന്ന് നിൽക്കുന്നതെന്നാണ് പറയുന്നത് തേർഡ് പാർട്ടി. അപ്പൊ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വളരെയധികം അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇവർ സോൾമേറ്റ്സ് ആണ്, ലവേഴ്സ് ആണ്. വളരെയധികം കണക്ഷൻ ഇവർ തമ്മിലുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട്. പക്ഷേ തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് അറിയാൻ ഇടവന്നതും നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതെല്ലാം കൂടി അറിയാൻ ഇടവന്നപ്പോൾ തേർഡ് പാർട്ടിക്ക് ഭയങ്കര ഗിൽറ്റി കോൺഷ്യസ് ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പശ്ചാത്താപത്തിന്റെ ഒരു വക്കിലാണ് തേർഡ് പാർട്ടി. ചിലപ്പോൾ ആരെങ്കിലും തേർഡ് പാർട്ടിയുടെ മനസ്സ് മാറ്റിയിട്ടുണ്ടാവാം, ചിലപ്പോൾ ഒരു ഉൾവിളി ഉണ്ടായിട്ടുണ്ടാവാം, ചിലപ്പോൾ മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ടും അല്ലെങ്കിൽ സ്വന്തം ജീവിതം എടുത്തു നോക്കിയപ്പോഴും ഞാനിങ്ങനെ പലരുടെയും ജീവിതത്തിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരുടെ ആളുകളെ ഞാനിങ്ങനെ തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേർഡ് പാർട്ടി ഹാപ്പി അല്ല ഇപ്പോഴും. മനസ്സിലായി? തേർഡ് പാർട്ടിക്ക് നിറയെ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി കയറുമ്പോഴും അത് സക്സസ് ആവുന്നില്ല. അപ്പൊ ചിലപ്പോൾ തേർഡ് പാർട്ടി ഒരു എന്താ പറയാ, ഒരു കൈനോട്ടക്കാരനെയോ അല്ലെങ്കിൽ ഒരു ജ്യോതിഷനെയോ ഒരു ടാരോ റീഡിങ് എടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആർക്കും തേർഡ് പാർട്ടിക്ക് ഒരു വെളിവുണ്ടായത് തേർഡ് പാർട്ടി ഈ കർമ്മഫലം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാവും കാർഡ്. കർമ്മഫലം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് തന്നെ നമുക്കൊരു ഒരു വിവരമുള്ളവർക്ക് അത് മനസ്സിലാവും. അപ്പൊ തേർഡ് പാർട്ടിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. തേർഡ് പാർട്ടി ചെയ്ത് കൂട്ടുന്നതെല്ലാം പാപമാണ്, മറ്റുള്ളവരെ കരയിച്ചുകൊണ്ടുള്ളതാണ് തേർഡ് പാർട്ടി സന്തോഷം അന്വേഷിക്കുന്നത് എന്ന് തേർഡ് പാർട്ടിക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കാം ഇത്രയും അധികം തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ഷൻ ഉണ്ടായിട്ട് പോലും തേർഡ് പാർട്ടി പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒഴിവായി പോകാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്നാൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും തേർഡ് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പ് നിർത്തിയിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകണം എന്ന് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ജെമിനായി ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്. തേർഡ് പാർട്ടി പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ പൈസയുടെ ആവശ്യമുണ്ട് തേർഡ് പാർട്ടിക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴും അപ്പൊ പുറത്തേക്ക് പോകണമെങ്കിലും എല്ലാം നിങ്ങളുടെ പേഴ്സൺ അറിയാതെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ചിലപ്പോൾ പേഴ്സണോട് പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം. മനസ്സിലായോ? ടിക്കറ്റിനും അതിനും ഇതിനും എല്ലാം. അപ്പൊ ആ പൈസ കിട്ടാനുള്ള സമയം, അതുകൊണ്ടാണ് തേർഡ് പാർട്ടി ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ഷൻ വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ വേറെ ഉദ്ദേശം, സ്നേഹമുണ്ട്, സ്നേഹമില്ല എന്നല്ല. അപ്പോൾ ഇവർ തമ്മിൽ ആ ഒരു മനപ്പൊരുത്തമുണ്ട്. പക്ഷെ എന്നാലും അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ തേർഡ് പാർട്ടിയോട് ഇപ്പോഴും സീരിയസ് ആയിരിക്കാം. തേർഡ് പാർട്ടിയും സീരിയസ് ആണ്. പക്ഷേ തേർഡ് പാർട്ടിക്ക് ഒരു തിരിച്ചറിവായിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആ തിരിച്ചറിവ് ആയിട്ടില്ല. നിങ്ങളുടെ പേഴ്സൺ കുറച്ചുകൂടെ സെൽഫിഷ് ആണ്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണേക്കാളും ബെറ്റർ ആണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം അവർക്ക് കാര്യം, സ്ത്രീ ആയാലും പുരുഷനായാലും അവർ ചെയ്യുന്ന തെറ്റ് മനസ്സിലായി.
അതുകൊണ്ടാണ് അവർ ദൂരേക്ക് പോകാൻ നോക്കുന്നത്. പക്ഷെ ദൂരേക്ക് പോകാനായിട്ട് അവരുടെ കയ്യിൽ പണമാണ്. പൈസ ഇല്ലാത്തത് കൊണ്ട് അവർ നിങ്ങളുടെ പേഴ്സൺ അവരെ ഫിനാൻഷ്യലി സഹായിക്കും. അതുകൊണ്ടാണ് അവർ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് ഇവർ പൈസ മേടിക്കുന്നുണ്ട്. അത് ഇവർക്ക് നാട് വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, അവര് എപ്പോഴാണ് നിങ്ങളുടെ പേഴ്സണിന്റെ ജീവിതത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാകുന്നത്? എപ്പോഴാണ് അവർ നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാകുക? ഇവരുടെ ജീവിതം നിങ്ങളുടെ പേഴ്സണിന്റെയും കൂടെ ഇതിലാണ് നിൽക്കുന്നത് വെച്ചാല് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒബ്സസീവായിട്ട് തേർഡ് പാർട്ടിയുടെ ലൈഫിലുണ്ട്. തേർഡ് പാർട്ടിയുടെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഫിനാൻഷ്യൽ ആണെങ്കിലും അവരെവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോകുന്ന അവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കുക, അവർക്കൊരു ജോലി അന്വേഷിക്കുക, ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ ആണ്. അപ്പൊ പേഴ്സൺ കുറെ പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ പേഴ്സണിന്റെ ലൈഫിൽ തേർഡ് പാർട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ തേർഡ് പാർട്ടിയോട് ഈ പേഴ്സൺ പ്രോമിസ് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഒബ്സസീവ് ആണ് തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഒത്തു വരുമ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് പോകും. അത് അവർ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. വളരെ സ്ട്രോങ് ആണ്. അവരുടെ ജീവിതത്തിന്റെ, നിങ്ങളുടെ പേഴ്സൺ ആണ് ഇപ്പൊ അവരുടെ ജീവിതം കൺട്രോൾ ചെയ്യുന്നത് പറഞ്ഞില്ലേ, അവരുടെ ജീവിതത്തിന്റെ കൺട്രോൾ അവരുടെ കയ്യിൽ വരണം. അപ്പൊ മാത്രമേ ഇവർക്ക് നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ പോകാൻ പറ്റുള്ളൂ. ഇവർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് സമയം ഡിലേ ആവുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവർക്ക് ആവശ്യമുള്ള പൈസ കൊടുക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും സംശയം തോന്നിയിട്ട് അത് ഡിലേ ആക്കുന്നുണ്ടാവാം. പറ്റില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ, തരാൻ പറ്റില്ല എന്ന് പറയാനുള്ള ആ ഒരു സിറ്റുവേഷനിലല്ല നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ പതുക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഭയങ്കര എന്താ പറയാ ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കുന്നതും മുൻകൂട്ടി കാണുന്ന ടൈപ്പ് ഒരാളായിരിക്കും. അപ്പൊ ഈ തേർഡ് പാർട്ടി എന്തോ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഒബ്സസ്ഡ് ആണ് തേർഡ് പാർട്ടിയോട്. എങ്കിലും അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് ചെയ്തു കൊടുക്കുന്നില്ല, പതുക്കെ ഡിലേ ആയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ഭയങ്കര പാഷനറ്റ് ആണ്. അപ്പോൾ തേർഡ് പാർട്ടിയിലേക്ക് ഈ പേഴ്സൺ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവരിൽ തിരിച്ച് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അപ്പോൾ അത് തേർഡ് പാർട്ടി നിരാകരിക്കുമ്പോൾ തേർഡ് പാർട്ടി പേഴ്സൺ ആ കാര്യം ചെയ്തു കൊടുക്കുന്നില്ല. ഒരു ജോലിയാണെങ്കിലും പൈസയാണെങ്കിലും അപ്പോൾ ഒരു ഡിലേ വരുത്തുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. തേർഡ് പാർട്ടി പറയുന്നത് എന്നാണോ തേർഡ് പാർട്ടിയുടെ ജീവിതത്തിന്റെ കടിഞ്ഞാണ് തേർഡ് പാർട്ടിയുടെ കയ്യിൽ വരുന്നത്, അന്ന് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് പോകും. അത് ഒരു വലിയൊരു സങ്കടമാവും ഇവർക്ക്, ഷാറ്റേർഡ് ഡ്രീംസ് എന്നുവെച്ചാൽ അവർക്ക് ഭയങ്കര ഒരു സങ്കടം. ഇത് ശരിക്കും പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും പോലെയാണ് ജീവിക്കുന്നത്. അപ്പൊ അതൊരു വലിയൊരു നഷ്ടവും വലിയൊരു സങ്കടത്തിന്റെ കാര്യമാണ്. അവർക്കറിയാം അത് വലിയൊരു സങ്കടമാവും രണ്ടുപേർക്കും ഒന്ന് അറിയാം. പക്ഷെ എന്നാലും അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു. അവരുടെ കയ്യിൽ അവർക്ക് ആവശ്യമുള്ള പണം, അവർക്ക് പുറത്തേക്ക് പോകാനുള്ള ആവശ്യമുള്ള പണവും അവരുടെ പാസ്പോർട്ട്, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പാർട്ടിയുടെ പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും, നമുക്കറിയില്ല. കാരണം ഇവര് ഒരു വിധേയത്വം കാണിക്കുന്നുണ്ട് ഇവിടെ, മനസ്സിലായോ? അപ്പോൾ എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിൽ വരുമ്പോൾ അവര് നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ നിന്ന് പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ തേർഡ് പാർട്ടി ജീവിതത്തിൽ നിന്ന് പോകാൻ പ്ലാനിട്ടിരിക്കുകയാണ്. ആ സമയത്തിന് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ചിലപ്പോൾ ഒരു 7 മാസം അല്ലെങ്കിൽ ഒരു 1.5 വർഷം, ഒരു 10-15 മാസം എടുക്കും. അതിനുള്ളിലാണ് നടക്കാൻ പോകുന്നത്. ഒരു 15 മാസത്തിനുള്ളിലാണ് ഈ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് കേട്ടോ. കാപ്രിക്കോൺ, ക്യാൻസർ, സ്കോർപിയോ, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, സ്കോർപിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ക്യാൻസർ, അക്വേറിയസ്, ലീബ്ര, ജെമിനി. സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നുമില്ല. പിന്നെ ഇത് ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിംഗ്. ഞാനിനി രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, നമ്മൾ എപ്പോഴും നമ്മളുടെ പേഴ്സണൽ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി വരുമ്പോൾ നമ്മളെപ്പോഴും തേർഡ് പാർട്ടിയെ കുറ്റപ്പെടുത്തും. നമ്മളുടെ പേഴ്സണെ കുറ്റപ്പെടുത്താനോ വഴക്കടിക്കാനോ നമുക്ക് ധൈര്യം പോരാ. നമ്മളെപ്പോഴും തേർഡ് പാർട്ടിയാണോ ഇതിന് ഉത്തരവാദി എന്ന് വിചാരിച്ച് അവരെ പഴിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ
ഇവിടെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്. എനിക്ക് ആ ഒരു മെസ്സേജ് വന്നുകൊണ്ട് അത് പെട്ടെന്ന് പറഞ്ഞതാണ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് വന്നത് ഭവാനി. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് ഭവാനി. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ഭവാനി. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ്. ഒരു ഷഫിളും കൂടി ചെയ്തിട്ട് നമുക്ക് കാർഡ്സ് എടുക്കാം കേട്ടോ. ഒന്ന് കാർഡ് ലൂസാക്കിയെടുക്കാം. ഭയങ്കര സ്റ്റിഫായ പോലെ ആദ്യത്തെ റീഡിങ്ങിൽ കുറച്ച് വേറെ തോന്നുന്നുണ്ട്. ഭഗവാനെ നമ ശിവായ. ഇത് കണ്ടോ പെട്ടെന്ന് കാർഡ്, കഴിഞ്ഞ പ്രാവശ്യം കാർഡ് അധികം വീഴുന്നുണ്ടായിരുന്നില്ല ആദ്യത്തെ റീഡിങ്ങിൽ. ഓക്കെ. ഭഗവാനെ നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവ. ഒരു ഇതും കൂടി നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് രണ്ട് കാർഡല്ലേ ഇത്? രണ്ട് കാർഡ്സാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി. ഒന്നാമത്തെ കാർഡ് പറയുന്നത് പുതിയൊരു തുടക്കമാകാമെന്ന് പറയുന്നുണ്ട്. അപ്പം കുറേ പ്രശ്നങ്ങളിൽ കൂടെയൊക്കെയാണ് നിങ്ങൾ പോയത്. പല കാര്യങ്ങളും ഡിലേ ആവുന്നു, പല കാര്യങ്ങളും ബ്ലോക്കായിട്ട് കിടക്കുകയായിരുന്നു. ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പൊക്കോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുമ്പോട്ടുള്ള പോക്കിന് വിഘ്നമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ തേർഡ് ഐ ചക്ര ബ്ലോക്ക്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അത് അൺബ്ലോക്ക് ചെയ്യണം. തേർഡ് ഐ ചക്ര എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള, സ്പിരിച്വൽ കാര്യങ്ങൾ മനസ്സിലാകാനുള്ളത്. ഭൗതികമായ കാര്യങ്ങൾ നമ്മൾ കണ്ണുകൊണ്ടാണ് കാണുന്നത്. സ്പിരിച്വൽ കാര്യങ്ങൾ നമ്മൾ മനസ്സുകൊണ്ടാണ് കാണുന്നത്. നമ്മളുടെ തോന്നലുകൾ നമ്മൾക്ക് എന്താ പറയുക, ഒരു വെള്ളി വെളിച്ചം പോലെയൊക്കെ കാണുന്നത്, അതൊക്കെ തേർഡ് ഐ ചക്ര വഴിയാണ് വരുന്നത്. അപ്പോൾ അത് ഒന്ന് നിങ്ങൾ ക്ലെൻസ് ചെയ്യണം. അത് ബ്ലോക്ക്ഡ് ആണെന്നാണ് പറയുന്നത് നിങ്ങളുടെ കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. തേർഡ് പാർട്ടിയുടെ എനർജി അൺസ്റ്റക്ക് എനർജിയാണ്. എന്നുവെച്ചാൽ തേർഡ് പാർട്ടി ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ടിരിക്കുകയായിരുന്നു. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ആകെ കൂടെ ഒരു വീർപ്പുമുട്ടലായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഇവിടുന്ന് പുറത്ത് പോകണം എന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നതെങ്കിൽ എനിക്ക് പുറത്ത് പോകാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന പോലെ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു തേർഡ് പാർട്ടി. പക്ഷെ ഇപ്പോൾ തേർഡ് പാർട്ടി വേറെ വഴികൾ, പുതിയ വഴികൾ നോക്കുകയാണ്. അപ്പൊ കുറെ പ്രാവശ്യം ഓരോ സിറ്റുവേഷനിൽ ഇറങ്ങി പോകാൻ നോക്കിയിട്ട് അത് പറ്റിയില്ല. ആ വഴികളെല്ലാം ബ്ലോക്ക് ചെയ്ത് പോയി ആരോ. അപ്പൊ ഇപ്പോ തേർഡ് പാർട്ടി പുതിയ വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ വഴികളിലൂടെ പോയിട്ട് കാര്യമില്ല. പുതിയ വഴികളിലൂടെ പോയാലേ എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഉണ്ടാകുള്ളൂ എന്ന് തിരിച്ചറിവ് തേർഡ് പാർട്ടിക്ക് വന്നിട്ടുണ്ട്. ഇത് പൈസീസ് സോഡിയാക് സൈൻ ആണ്. ക്ലാരിഫിക്കേഷൻ 9 ഓഫ് വാൻഡ്സ് ആണ്. 9 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. പോകണമെന്ന്, ഈ സിറ്റുവേഷനിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ തേർഡ് പാർട്ടി. പക്ഷേ ഒരു പേടിയോടെ, ഇതിവിടെ നിന്ന് പോയാൽ ഇനി എങ്ങോട്ട് ഞാൻ പോകും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ എനിക്ക് പറ്റുമോ, മനസ്സിലായോ? അപ്പോൾ അന്വേഷിക്കുന്നുണ്ട് വഴികൾ. ഇതിന്ന് ഒരു പിന്നെ തടങ്കലിലാണെങ്കിൽ റിലേഷൻഷിപ്പ്, മനസ്സിൽ എല്ലാ തടങ്കല്, ഇപ്പൊ നമുക്ക് ശരിക്കും ഫ്രണ്ടിൽ നമ്മളെ ഭിത്തിയൊക്കെ കെട്ടി നമ്മളൊരു തടങ്കലിലാക്കിയെന്ന് വേണ്ട, നമ്മളെ മനസ്സിലും തടങ്കലുണ്ടാവും. അപ്പൊ അതിനകത്ത് നിന്ന് പോകാനായിട്ടുള്ള എല്ലാ വഴികളും അടഞ്ഞിട്ടുണ്ട്. അപ്പൊ പുതിയ വഴികൾ ഉണ്ടോ എന്ന് തേർഡ് പാർട്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി തിരിഞ്ഞു നോക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഈ എവിടെ നിന്നാണോ രക്ഷപ്പെടാൻ ട്രൈ ചെയ്യുന്നത്, അവിടെ മറ്റുള്ളവരത് അറിഞ്ഞാൽ അത് പ്രശ്നമാകും, പിന്നെയും ബ്ലോക്ക് ആക്കും, അല്ലെങ്കിൽ വഴി മുടക്കും എന്നൊരു ചിന്ത തേർഡ് പാർട്ടിക്കുണ്ട്. അതുപോലെ തേർഡ് പാർട്ടിക്ക് വലിയ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു എനർജിയാണിത്. ഹൈ പ്രീസ്റ്റസ് റിവേഴ്സ്. ഹൈ പ്രീസ്റ്റസ് എന്ന് അപ്രൈറ്റ് വന്നു കഴിഞ്ഞാൽ വളരെ ജ്ഞാനമുള്ള, അറിവുള്ള ഒരു എനർജിയാണ്. ഇത് വെർഗോ പൈസസ് എനർജിയാണ്. ജ്ഞാനമുള്ള, അറിവുള്ള എനർജിയാണ്. പക്ഷേ ഈ തേർഡ് പാർട്ടിക്ക് അത്ര വലിയ വിവരമില്ല, വിദ്യാഭ്യാസമില്ല, അറിവില്ല, അങ്ങനത്തെ ഒരു തേർഡ് പാർട്ടിയാണത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടി ഈ തടങ്കലിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് തേർഡ് പാർട്ടിയോടൊരു സഹതാപം തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാല്. സോറി. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലാതെ അവരൊരു സ്ഥലത്ത് നിൽക്കുന്ന പോലെയാണ് അവരുടെ എനർജി വരുന്നത് ഇവിടെ. തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, മാരീഡ് ആണ്. തേർഡ് പാർട്ടി മാരീഡ് ആണ്.
അതുപോലെ തന്നെ തേർഡ് പാർട്ടിക്ക് ലവ് ഓഫർ ചെയ്തിട്ടാണ് തേർഡ് പാർട്ടിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. പക്ഷേ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് വിവാഹത്തിന് ശേഷം മൊത്തം പുറമേ ഭയങ്കര സ്നേഹം കാണിക്കുന്ന ഈ എനർജി തേർഡ് പാർട്ടിയെ വളരെയധികം ഉപദ്രവിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്, ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നുണ്ട്, വളരെയധികം കൺട്രോൾ ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടി. പക്ഷേ പറയുമ്പോൾ ഭയങ്കര സ്നേഹമാണ്, തേർഡ് പാർട്ടി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ. ആ ഒരു ഇതിൽ കല്യാണം കഴിച്ചിട്ടുണ്ട് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ. മനസ്സിലായോ? അല്ലെങ്കിൽ ഇവിടെ കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്ന രണ്ടുപേരാണ്. എന്തായാലും ഇവിടെ 5 ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നുണ്ട്. 5 ഓഫ് സ്വേർഡ്സ് കൊള്ളില്ല. 5 ഓഫ് സ്വേർഡ്സ് എന്തുകൊണ്ടാണ് കൊള്ളില്ല എന്ന് വെച്ചാൽ ഈ ഒരു വല്ലാത്ത മൈൻഡുള്ള ഒരു എനർജിയാണ് ഇവിടെ ഈ തേർഡ് പാർട്ടിയെ കൺട്രോൾ ചെയ്യുന്നത്. ഈ എനർജി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെയൊക്കെ ദ്രോഹിച്ചിട്ട് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ നടത്താൻ വേണ്ടി ഏത് വഴിയും സ്വീകരിക്കുന്ന ഒരു ഉളുപ്പുമില്ലാതെ ആളുകളെ പറ്റിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അതൊരു രാജാവാണെന്ന്. അപ്പോൾ ഇത് മാരീഡ് ആയ ഒരു എനർജി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും. മാരീഡ് ആയ എനർജിയാണ്, വളരെ കെയറിങ് ആണ്, വളരെ പ്രൊട്ടക്റ്റീവ് ആണ് എന്നൊക്കെ, സ്നേഹമുണ്ട് എന്നൊക്കെ കാണിക്കുമ്പോഴും ഉള്ളിലുള്ള ആ പേഴ്സൻ്റെ ആ ക്രൂരതയും സ്വാർത്ഥതയും, മനസ്സിലായ, അത് തേർഡ് പാർട്ടിക്ക് ഇവിടെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ പരസ്യമായിട്ട് ഇപ്പോൾ തേർഡ് പാർട്ടി ആരോടെങ്കിലും സഹായം ചോദിച്ചാൽ അവർക്ക് കൊടുക്കില്ല. കാരണം എന്താ കുഴപ്പം, വളരെ നല്ല ജീവിതമല്ലേ, വേണ്ടതെല്ലാം വാങ്ങിച്ചു തരുന്നില്ലേ എന്ന് പുറമെ നിന്ന് നോക്കുന്നവർ പറയുന്നുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. തേർഡ് പാർട്ടി ഹാപ്പി അല്ല റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ പേഴ്സണുമായ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഒട്ടും ഹാപ്പി അല്ല. എന്നാലും നമുക്കൊന്ന് ചോദിക്കാം, തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഇപ്പോഴത്തെ ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണും, തേർഡ് പാർട്ടി ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട്. ഇവിടെ ടോറസ് സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്, പിന്നെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇത് എബ്രോഡാണ്, എബ്രോഡാണെന്നാണ് കാണിക്കുന്നത് ഈ തേർഡ് പാർട്ടി. അടിപൊളി. ഇത് വേൾഡ് കാർഡാണ്. വേൾഡ് കാർഡ് യാത്ര, ട്രാവൽ ആണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ രാജ്യത്തല്ല, ഇവർ പുറത്താണ്, മനസ്സിലായി. വേൾഡ് കാർഡാണിത്. കടലിന് കടന്നു പോകുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടെ ഒരു ടോറസ് കാണിക്കുന്നുണ്ട്, വളരെ റിലീജിയസ് ആയ ഒരു എനർജിയാണ്. അപ്പോൾ ഇമോഷണലി അറ്റാച്ച്ഡ് അല്ല തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടി ഒട്ടും ഇമോഷണലി ഹാപ്പി അല്ല, ഇമോഷണലി സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് പറയുന്നത്. ഒട്ടും ഹാപ്പി അല്ല. ഇത് 6 ഓഫ് കപ്സ് 9 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. ഒട്ടും ഹാപ്പി അല്ല എന്നാണ് പറയുന്നത്. സിറ്റുവേഷനിൽ ഒട്ടും ഹാപ്പി അല്ല തേർഡ് പാർട്ടി. അപ്പോൾ തേർഡ് പാർട്ടിക്ക് ഇവിടെ ഹാപ്പി അല്ല എന്നാണ് പറയുന്നത്. മാരീഡ് ആണെങ്കിൽ പോലും, എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും തേർഡ് പാർട്ടി ഹാപ്പി അല്ല. തേർഡ് പാർട്ടിക്ക് എന്താ ഇങ്ങനെ പറഞ്ഞത്, തേർഡ് പാർട്ടിക്ക് തിരിച്ച് തേർഡ് പാർട്ടിയുടെ നിങ്ങളുടെ മീൻസ് തേർഡ് പാർട്ടി എവിടെ നമ്മളുടെ നാട്ടിലാണ്, നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടി നമ്മളുടെ നാട്ടുകാരാണെങ്കിൽ തിരിച്ച് തേർഡ് പാർട്ടിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, അവിടെയും സേഫ് അല്ലാത്ത പോലെ. അപ്പോൾ തേർഡ് പാർട്ടി പിന്നെയും ഇവിടെ നിന്നും ദൂരേക്ക് പോകാനാണ്, അതുകൊണ്ടാണ് ദൂരേക്ക് പിന്നെയും പോകാൻ ആഗ്രഹിക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പുറത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഒട്ടും ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ അല്ല, ഇവിടെ ഒട്ടും ഹാപ്പി അല്ല തേർഡ് പാർട്ടി. ഇത് ചിലപ്പോൾ 2 മതത്തിൽപ്പെട്ടവരായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ സെയിം മതത്തിൽപ്പെട്ട 2 പേര് തമ്മിൽ, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ ഒരേ മതമായിരിക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിലിജനിലെ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന 2 പേരായിരിക്കാം. ചിലപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഒരു റിലിജനിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവരുണ്ട്, ഒരു റിലിജൻ അത്രയും സ്ട്രിക്റ്റ് അല്ല എന്ന് പറയുമ്പോൾ ആ സ്ട്രിക്റ്റ് അല്ലാത്ത റിലിജനിൽ നിന്ന് വരുന്ന ഒരാൾക്ക് സ്ട്രിക്റ്റ് ആയ റിലിജനിൽ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു ഇതും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ, ഇപ്പം നമ്മളെ പേരൻസ് നമുക്ക് നല്ലോണം ഫ്രീഡം തന്നിട്ടാണ് വളർത്തുന്നതെങ്കിൽ, നമ്മൾ വിവാഹം കഴിക്കുന്ന ആളുടെ ഫാമിലി അങ്ങനത്തെ അത്ര ഇതല്ല, അവരൊരു ഒരു വേറൊരു വേ ഓഫ് ലിവിങ് ആണ് അവരുടെയെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക, മനസ്സിലായോ? കാരണം നമ്മൾ ചെന്ന് കയറുന്നവരാണ് എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എന്നല്ല, നമ്മൾ ബാക്കി എല്ലാ കാര്യം നോക്കുമ്പോൾ കുഴപ്പമില്ല, ഇവർ ഇത്തിരി കുറച്ചൊരു സ്ട്രിക്റ്റ് ആണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക, അതൊക്കെ വലിയ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ പക്ഷേ ചിലർക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്ന് വെച്ചാൽ നമ്മളുടെ പരിധിക്ക് അപ്പുറമായിരിക്കാം അവരുടെ ആ ഫാമിലിയുടെ ബിഹേവിയർ, അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്, ഹാപ്പി അല്ല തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണായിട്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോഴും കണക്ഷനിലിരിക്കുന്നത്, എന്തുകൊണ്ടാണ്? അതാണ് നമുക്കും അറിയേണ്ടത്.
ലിയോ സോഡിയാക് സൈൻ ആണത്. സീക്രട്സ്. പണം. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് പറഞ്ഞില്ലേ ഇവിടെ ഇഷ്ടംപോലെ പണമെല്ലാം കൊടുക്കുന്നുണ്ട്. വളരെ കെയറിങ് ആണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട്. അവരുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടി ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നത്. പിന്നെ അതുമല്ല, ഇതിലൊരു നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് തേർഡ് പാർട്ടിക്കോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണോ ഒരു കുഞ്ഞുണ്ട്. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു കുഞ്ഞു കൂടിയുണ്ട്. അപ്പം അതുകൊണ്ട് കൂടിയിട്ടാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൻ്റെ ജീവിതത്തിൽ നിന്ന് അപ്പം സ്വന്തം കുഞ്ഞാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ തേർഡ് പാർട്ടിക്ക് കുഞ്ഞിൻ്റെ കാര്യം തേർഡ് പാർട്ടിയുടെ കാര്യം എല്ലാം നോക്കണമെങ്കിൽ പൈസ വേണം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ജോലി ചെടുക്കുന്ന സ്ഥലത്ത് നിന്ന് ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ചിലവെല്ലാം നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും നോക്കുന്നത്. അങ്ങനെ എന്തോ കാര്യം. അപ്പോൾ ആ ഒരു സീക്രട്ട്, അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഈ കാര്യങ്ങൾ ഇവർ പുറത്ത് പറയാൻ പറ്റില്ല ഇവർക്ക്. നിങ്ങളുടെ പേഴ്സണോടോ അവരുടെ ഫ്രണ്ട്സിനോടോ പോലും അവർ പറയുന്നില്ല എന്നാണ് പറയുന്നത്. എല്ലാം വളരെ സീക്രട്ട് ആയിട്ടാണ് അവർ വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോഴും ഇവർ കണക്ഷൻ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അതുകൊണ്ട് കൂടിയിട്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോഴും റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നത് കേട്ടോ. എപ്പോഴും അവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. പക്ഷേ തേർഡ് പാർട്ടിയുടെ മനസ്സിൽ തേർഡ് പാർട്ടിക്ക് ഇവിടെ നിന്ന് പോകണമെന്നുണ്ട്. അവർ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇമോഷണലി ഹാപ്പി അല്ല. ഇവിടെ ലിയോ ഉണ്ട്, ക്യാൻസർ ഉണ്ട്, സോഡിയാക് സൈൻ. എപ്പോഴാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ നിന്ന് എന്തായാലും അവർ പോകും. അതിനുള്ള തീരുമാനം ഒരു വഴികൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പ്ലാനിങ് ഒന്നും ശരിയാവുന്നില്ല എന്നാണ് ഒരു ഫ്രണ്ട്സിനോടെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഫ്രണ്ട്സ് ഒന്നും അതത്ര എൻകറേജ് ചെയ്യുന്നില്ല. ഇപ്പോൾ കുട്ടിയും കൂടെ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് എല്ലാം ഇത് വേണ്ട, ഇപ്പൊ തൽക്കാലം നീ ഇതിൽ തന്നെ നിൽക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവര് നിങ്ങളുടെ പേഴ്സൺ ആണാണോ പെണ്ണാണോ എന്ന് എന്തായാലും അറിയില്ല. എന്തായാലും നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വലിയൊരു ട്രാപ്പായിട്ടാണ് കാണുന്നത്. എങ്ങനെയെങ്കിലും ഇത് പുറത്ത് അപ്പം തേർഡ് പാർട്ടി പലരിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്, ഫ്രണ്ട്സിനോട് ചോദിക്കുന്നുണ്ട്, അവർ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ലീഗലായിട്ട് അവർ മൂവ് ചെയ്യാൻ പോകുന്നുണ്ട്. മനസ്സിലായോ? ചിലപ്പോൾ എന്താ പറയുക, ഇവരെ തടങ്കലിൽ വെച്ചിരിക്കുക എന്ന് വല്ല അവർ പോലീസിനോട് കംപ്ലൈൻറ്റ് ചെയ്യാനോ ഒക്കെ ചാൻസ് ഉണ്ട്. എന്തായാലും അവർക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ഇനി എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പല കാര്യങ്ങളും മുമ്പോട്ടുള്ള ജീവിതം കൂടെ നോക്കണ്ടേ. അപ്പം അതുകൊണ്ട് കൂടിയിട്ടാണ് ഇവരിപ്പോഴും നിങ്ങളുടെ പേഴ്സണിൻ്റെ കൂടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവർ എപ്പോഴേ പോയിട്ടുണ്ടാവുമായിരുന്നു. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവർ ഫ്രണ്ട്സ് ഒന്നും സമ്മതിക്കുന്നില്ല ഇവർ ഇതിൽ നിന്ന് പോരാനായിട്ട്. ഫ്രണ്ട്സ് എല്ലാം പറയുന്നത് നീ തൽക്കാലം ഇവിടെ തന്നെ നിൽക്കുന്നതാണ് പറയുന്നത്. മനസ്സിലായി? അവർക്കൊന്നും സഹായിക്കാൻ പറ്റാത്ത ഒരു പരിസ്ഥിതിയിലാണ്. പലരെ അവർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, പലരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പല വിധത്തിലുള്ള ലെറ്റേഴ്സ് അയക്കുന്നുണ്ട് പലർക്കും. പക്ഷെ എന്നിട്ടും അവർക്കൊരു ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്ന് അവർക്ക് ഇതിനുള്ള ചാൻസ് കിട്ടും അന്ന് അവർ അവിടെ നിന്ന് ഇറങ്ങും എന്നാണ് അവർ പറയുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് തേർഡ് പാർട്ടി പോകും കേട്ടോ. കുറച്ച് വൈകിയാണെങ്കിലും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് പോകും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇവിടെ വേറെ സോഡിയാക് സൈൻ ഒന്നും കാണിക്കുന്നില്ല പുതിയതായിട്ട്. ക്യാൻസർ, പൈസീസ്, ലിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, വെർഗോ, പൈസീസ്. ഇത്രയുമാണ് സോഡിയാക് സൈൻ കണ്ടത്. ഇനി നമ്മൾ മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ഭഗവാനെ. ഇവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ്. ഈ ഷഫിളും കൂടെ കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചെടുക്കാം ഭഗവാനെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒരു
ഒരു കാർഡാണ് വീട്ടിലുള്ള നോക്കട്ടെ ഭഗവാനെ. ഒരു ഷഫിളും കൂടെ, ഒരു ഇതും കൂടെ ചെയ്ത് നോക്കാം. വന്നില്ല. ഒരു കാർഡാണ് നിങ്ങൾ കാണേണ്ടത്. ഇവിടെ പറയുന്ന എംബാർക്കിംഗ് ഓൺ ദി പാത്ത് ഓഫ് യോഗ, പ്രാക്ടീസ് ഓഫ് യോഗ, പൊട്ടൻഷ്യൽ ടു എൻഹാൻസ് യുവർ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ വെൽബീങ്. നിങ്ങളുടെ ശാരീരികവും മാനസികവും സ്പിരിച്വലുമായ ഉന്നമനത്തിന് നിങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. യോഗ എന്ന് പറഞ്ഞാൽ ഒരു വേ ഓഫ് ലിവിങ് ആണ്, ഡിസിപ്ലിൻ ആണ് കൂടുതലും. എന്ത് ഭക്ഷണം കഴിക്കണം എല്ലാത്തിനും ഒരു ചിട്ട വരുന്നതാണ് യോഗ. അപ്പം അത് പ്രാക്ടീസ് ചെയ്യണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്. ഒരു ചിട്ട വരുത്താൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിന്, കേട്ടോ. അപ്പോൾ ഓറക്കൽ മെസ്സേജ്, നിങ്ങൾ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? സ്ട്രെങ്ത് റിവേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ശക്തി ചോർന്നു പോകുന്ന പോലെ, തേർഡ് പാർട്ടിക്ക് ആരുടെയോ മേളിൽ ഉണ്ടായിരുന്ന ഒരു കൺട്രോൾ ഇപ്പൊ കുറഞ്ഞു വരുന്നു. തേർഡ് പാർട്ടിയുടെ വാക്കുകൾക്ക് ഒരാൾ വില കൊടുക്കുന്നില്ല. തേർഡ് പാർട്ടി അവരുടെ ഇമോഷണലും അവരെ പലതരത്തിലും കൺട്രോൾ ചെയ്തിരുന്ന ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി. പക്ഷെ ഇപ്പോൾ തേർഡ് പാർട്ടികളുടെ വാക്കുകൾക്കൊരു വിലയില്ല, പ്രവൃത്തിക്കൊരു വിലയില്ല. തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങളൊന്നും ആരും വകവയ്ക്കുന്നില്ല എന്നൊരു സിറ്റുവേഷൻ. ലിയോ ആണത്, സോഡിയാക് സൈൻ. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചായിരിക്കും തേർഡ് പാർട്ടി പറയുന്നത്. നിങ്ങളുടെ പേഴ്സണിന്റെ മുകളിൽ തേർഡ് പാർട്ടിക്ക് നല്ല കൺട്രോൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടോ അതില്ല. അപ്പോൾ അതിൽ തേർഡ് പാർട്ടിക്ക് ഒരു വിഷമം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒബ്സസീവ് ഡെവിൾ എനർജി കാണിച്ചു. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടിക്ക് നല്ല സങ്കടമുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി പറയുന്നതൊന്നും വകവയ്ക്കുന്നില്ല, കേൾക്കുന്നില്ല എന്നത്. വളരെ കൺട്രോളിങ് ആയിരുന്നു തേർഡ് പാർട്ടി. അപ്പോൾ 6 of Swords ആണ്. 6 of Swords പറഞ്ഞാൽ മൂവിങ് ഓൺ. തേർഡ് പാർട്ടി പക്ഷേ ആ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. തേർഡ് പാർട്ടിക്ക് ഒരു ഹാർട്ട് ബ്രേക്ക്, തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സൺ ഉപേക്ഷിക്കും, തേർഡ് പാർട്ടിയുടെ ലൈഫിൽ നിന്ന് പോകുമെന്ന് വിചാരിക്കുമ്പോഴേ തേർഡ് പാർട്ടിക്ക് ഹൃദയവേദനയാണ്. അയ്യോ ഒരു നഷ്ടബോധം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നല്ല കൺട്രോളിലായിരുന്നു തേർഡ് പാർട്ടിയുടെ. പക്ഷെ ഇപ്പോഴായപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയുടെ വാക്കുകൾക്ക് അത്ര വില കൊടുക്കുന്നില്ല. അപ്പോൾ തേർഡ് പാർട്ടി ഈ സിറ്റുവേഷൻ മാറണമെന്ന് ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ? നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും തേർഡ് പാർട്ടിയുടെ കൺട്രോളിൽ ഇരിക്കണമെന്ന് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ലൈഫിൽ നിന്ന് പോയാൽ അതൊരു വലിയൊരു ഹൃദയവേദനയാകും എന്ന് തേർഡ് പാർട്ടി പേടിക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി ഭയങ്കര ഹാർട്ട് ബ്രേക്കിലാണ്, ഭയങ്കര സങ്കടത്തിലാണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വകവയ്ക്കാത്തത് കൊണ്ടുള്ള സങ്കടം. അത് കൊള്ളാം. നമ്മൾ ആരുടെയെങ്കിലും ആളുകളെ മീൻസ് എന്താ പറയുക, ടെംപ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവരൊരിക്കൽ തിരിച്ച് പോകും, അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ച് പോകും എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാവണ്ടേ, അല്ലേ? അത് തേർഡ് പാർട്ടിക്ക് ഇല്ലായിരുന്നു. തേർഡ് പാർട്ടി വിചാരിച്ച് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും തേർഡ് പാർട്ടിയുടെ ലൈഫിൽ ഇങ്ങനെ നിന്നോളും എന്നാണ് വിചാരിച്ചത്. എന്തൊക്കെ തേർഡ് പാർട്ടി ചെയ്താലും ഇത് വളരെ സ്ട്രോങ് ആയ, വളരെ ഈവിൾ ആയ ഒരു തേർഡ് പാർട്ടിയാണ്. ഭയങ്കര കൺട്രോളിങ് ഇഷ്യൂസ് ഉള്ള ഒരു തേർഡ് പാർട്ടി, വളരെ സ്വാർത്ഥതയുള്ള തേർഡ് പാർട്ടി എനർജിയാണ്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പം തേർഡ് പാർട്ടി ഭയങ്കര സെലിബ്രേഷനിലാണ്. അതെന്താ സെലിബ്രേറ്റ്? തേർഡ് പാർട്ടി ഭയങ്കര ഹൃദയവേദനയിലാണെന്നുകൊണ്ട് ഇപ്പം സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തുവാ? ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ ഇത് അച്ഛനും അമ്മയുമാണ്, ഇത് ഭാര്യയും ഭർത്താവുമാണ്, ഇത് എംപ്രസും ഇത് എംപ്രറുമാണ്. എംപ്രറിന് ഇവിടെ വോയിസ് കുറവാണ്. അപ്പം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള തേർഡ് പാർട്ടി ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നല്ല പ്രായമുള്ള ഭർത്താവുള്ള, മക്കളുള്ള, നല്ലവണ്ണം സ്വത്തുള്ള ആരോ ആണ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ അമ്മയായിരിക്കാൻ വഴിയുണ്ട്. മനസ്സിലായോ? അതല്ലെങ്കിൽ വേറെ ഒരു ഫീമെയിൽ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. വളരെയധികം സ്വത്തുള്ള ഒരു എനർജിയാണ്, വളരെ പ്രൗഢയായ ഒരു എനർജിയാണിത്. അപ്പോൾ ഇവരുടെ ലൈഫിൽ സന്തോഷം, ഹാപ്പിനെസ് ഒക്കെ ഉണ്ട്. ഇവർക്ക് വേറെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്ക് മക്കളുള്ളതാണ്, ചിലപ്പോൾ 3 പെൺകുട്ടികളായിരിക്കാം. എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്ന, മാരീഡ് ലൈഫ് ജീവിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണിത്.
അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ അമ്മയായിരിക്കാം, അതല്ലെങ്കിൽ വിവാഹിതയായ മക്കളുള്ള ഒരു തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ളത്. അപ്പോൾ ഇവരെപ്പോഴും നിങ്ങളുടെ പേഴ്സണെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വേറെ ആളുകൾ വരുന്നുണ്ടോ എന്നാണ് ഇവർ സ്പൈ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് സ്പൈ ചെയ്യുന്നുണ്ടാവാം. ഇത് അമ്മയാണെങ്കിൽ അതായിരിക്കാം, അല്ലെങ്കിൽ ഇത് വേറൊരു സ്ത്രീ എനർജി ആണെങ്കിൽ അവർ നിങ്ങളുടെ പേഴ്സൺ വേറെ സ്ത്രീകളുമായിട്ട് ഇടപെടുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് കേട്ടോ. അമ്മയാണെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതിപ്പം ഫീമെയിൽ തന്നെ ആവണമെന്നില്ല, ഫീമെയിൽ എനർജി ഉള്ള ഒരു മെയിൽ ആവാനും വഴിയുണ്ട്, മനസ്സിലായോ? അപ്പോൾ വളരെ പൊസസീവായ ഒരു മെയിൽ എനർജി, മെയിലായിരിക്കാം, വളരെ ഫെമിനിറ്റി കൂടുതലുള്ള ഒരു മെയിൽ എനർജി ആയിരിക്കാം. എന്തായാലും ഒരു മാരീഡ് ആണ്, നല്ല പൊസിഷനിലിരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവുമാണെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് ഇവരുമായിട്ട് നല്ല പ്രായവ്യത്യാസമുണ്ട്. ഓക്കെ, ഇത് ടോറസ് ലിബ്ര, ഇത് ഏരീസ് സോഡിയാക് സൈൻ ആണ് കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് തേർഡ് പാർട്ടിക്കുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. അടിപൊളി, വെറുതെ അല്ല. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ് ഫിനാൻഷ്യലി. ചിലപ്പോൾ ഒരു പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഫിനാൻഷ്യലി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ഓഫീസിലാണ് ജോലി ചെയ്തെങ്കിൽ ആ ജോലി റിസൈൻ ചെയ്തിട്ട് പോകാൻ പ്ലാൻ ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ആ ജോലി റിസൈൻ ചെയ്തിട്ട് വേറെ സ്ഥലത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു നിങ്ങളുടെ പേഴ്സൺ. അതാണ് ഇവർക്ക് ഏറ്റവും വലിയ ദേഷ്യം. ഒരാൾ അവരുടെ കൺട്രോളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിൾ ആണെന്നാണ് പറയുന്നത്. അത് ഇവർക്ക് പിടിക്കുന്നില്ല. അപ്പോൾ നിങ്ങളെ ഇവരൊരു തേർഡ് പാർട്ടി ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇവരുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇടയിലുള്ള ഒരു കരടായിട്ടാണ് നിങ്ങളെ ഈ തേർഡ് പാർട്ടി കാണുന്നത്, മനസ്സിലാണ്ടോ? അപ്പോൾ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ അറിയുന്നതിന് മുമ്പാണ് നിങ്ങളുടെ പേഴ്സൺ ജോലി റിസൈൻ ചെയ്യുന്നു, വേറെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു, ചിലപ്പോൾ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങുന്നു. ഇതൊന്നും ഇവർക്ക് ഇഷ്ടമായിട്ടില്ല. ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവരുടെ പ്ലാൻ അനുസരിച്ച് ഒന്നും പറ്റിയില്ല. അപ്പം ഇവർ എപ്പോഴും നിങ്ങളുടെ പേഴ്സണെ വളരെ ഇമ്മച്ചുവേർഡ് ആയിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണിന്റെ മേലിൽ നല്ലോണം കൺട്രോൾ ഉണ്ടായിരുന്നത് കൊണ്ട് അത് നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും അതിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുമില്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സണലി ഒരു പ്ലാൻ ഇടുന്നുണ്ടായിരുന്ന കാര്യം തേർഡ് പാർട്ടിക്ക് അറിയില്ലായിരുന്നു. അതൊരു വലിയ നഷ്ടബോധമായിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയൊരു ഹാർട്ട് ബ്രേക്ക് വന്നേക്കുന്നത്. ആളെ കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ ഇതൊരു നിങ്ങൾ കാണുന്നവർക്ക് മനസ്സിലാവില്ല എനിക്കതൊരു അമ്മയുടെയും അച്ഛൻ്റെയും എനർജി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടി എനർജിയും കൂടി ഇതിനകത്ത് വരുന്നുണ്ട് എനിക്ക്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ഷൻ വയ്ക്കുന്നത്? വളരെയധികം ഹൃദയവേദനയുണ്ട്, ഭയങ്കര ദേഷ്യമുണ്ട് നിങ്ങളുടെ പേഴ്സണോട്. എന്നാലും ഇവിടെ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയുമായിട്ട് ട്വിൻ ഫ്ലെയിം കണക്ഷൻ പകുതി വരെ ഒരു അമ്മയും മക്കളും തമ്മിലുള്ള സിറ്റുവേഷൻ പോലെ തോന്നി. പക്ഷെ ഇവിടെ ട്വിൻ ഫ്ലെയിം കണക്ഷൻ വന്നിട്ട് ഹെയറോഫാൻറ്റും കൂടെ വന്നപ്പോൾ എനിക്കിതൊരു റിലേഷൻഷിപ്പ് കണക്ഷൻ, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ കണക്ഷൻ പോലെ ആവുന്നുണ്ട്. കാരണം ഇവിടെ ഒരു 2 ഫാമിലി ഷെയർ ചെയ്യുന്ന പോലെ, നിങ്ങളുടെ പേഴ്സൺ 2 ഫാമിലിക്ക് ചിലവ് കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ 2 പീപ്പിളായിട്ട് 2 ആളുകളായിട്ട് റിലേഷൻഷിപ്പ് വെച്ചിരുന്ന പോലെ, അതൊരു 2 പേരെയും പറ്റിച്ചിട്ടുള്ള പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് ഇഷ്ടംപോലെ പൈസ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ സ്നേഹം വാഗ്ദാനം, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നല്ലോണം അഭിനയിച്ചിട്ടുണ്ട് തേർഡ് പാർട്ടിയായിട്ട്, അവരുമായിട്ട് റിലേഷൻഷിപ്പിലാണെന്ന്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവും ഭർത്താവിനെല്ലാം ഉപേക്ഷിച്ചിട്ട് പോലും ഞാൻ വിവാഹം കഴിച്ചോളാമെന്ന്. എന്താണ് കഥ എന്നറിയില്ല. എന്തായാലും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയറോഫാൻ ഉണ്ട്. ഹെയറോഫാൻ്റെ മാരേജ് കാർഡാണ്. ഇവിടെ ലവിൻ്റെ കാർഡുണ്ട്, മാരേജ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൊടുക്കൽ വാങ്ങലുകൾ, പണത്തിൻ്റെ ഇടപാട് കുറേ നടന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ട്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ നല്ലോണം പറ്റിച്ചിട്ടുണ്ട്, മനസ്സിലായോ? ആ ഒരു ഇതിലാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് പോകാത്തത്. മജീഷ്യനാണ്. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ കൺകെട്ട് വിദ്യക്കാരനാണ്. കൺകെട്ട് വിദ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത മാജിക്കുകാർ നമ്മളെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നവരാണ് മാജിക്കുകാർ, അല്ലേ? അതാണ് നിങ്ങളുടെ പേഴ്സൺ ഇവരോട് ചെയ്തത്. അപ്പോൾ ഇവരെ ശരിക്കും പറ്റിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അതാണ് ഇവിടുത്തെ പ്രശ്നം. നല്ലോണം പറ്റിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ പണം പിടുങ്ങിയിട്ടുണ്ട്. അത് സ്നേഹത്തിന്റെ പേരിൽ. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഒരുമിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ പക്ഷെ ഓൾറെഡി മാരീഡും പിള്ളേരുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിന്റെ അത്രയും പ്രായമുള്ള മക്കളുള്ളവരായിരിക്കാം ഇവര്, അറിയില്ല. ജെമിനായി ടോറസ് ഇവിടെ കാണിക്കുന്നുണ്ട്.
അടിപൊളി. വെറുതെ അല്ല അവരെപ്പോഴും നിങ്ങളുടെ പേഴ്സണായിട്ട് കോൺടാക്ട് വെക്കുന്നത്. ചിലപ്പോൾ ഈ പണമെല്ലാം തിരിച്ചു കിട്ടിയാലോ എന്ന് പ്രത്യാശ ഉണ്ടാവാം അവർക്ക്. എന്ന് വിടും തേർഡ് പാർട്ടി, എന്ന് വിടും നിങ്ങളുടെ പേഴ്സൺ അതൊന്ന് പോകുന്നു കേട്ടോ. തേർഡ് പാർട്ടി പക്ഷെ ഇപ്പോഴും കോൺടാക്ട് വെക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നു. കാരണം വേറെ ഏതോ ഒരു തുരുത്ത് ഒത്തിട്ടുണ്ട് ഈ പേഴ്സണ്. ഓക്കെ, തേർഡ് പാർട്ടി ഇപ്പോഴും പാഷനറ്റ് ആണ്. നിങ്ങളുടെ പേഴ്സണിന്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല തേർഡ് പാർട്ടി. ഈ സിറ്റുവേഷൻ ഞാൻ വിടില്ല, ഇനിയും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്നാലും ഞാൻ സ്വീകരിക്കുമെന്ന വാശിയിലാണ് തേർഡ് പാർട്ടി. അപ്പൊ തേർഡ് പാർട്ടി ഒത്തിരി പ്രായമുള്ള എനർജി ആയിരിക്കും. അവരുടെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ അബദ്ധത്തിൽ ചെന്ന് കയറിയതായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. മനസ്സിലാവുണ്ടോ? അപ്പൊ നിങ്ങളുടെ പേഴ്സണിന്റെ കാര്യ സാധ്യത്തിന് വേണ്ടി ഇവരെ ശരിക്കും യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഇവരിപ്പോഴും നിങ്ങളുടെ പേഴ്സണെ ആലോചിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്നാൽ ഇനിയും കമ്പനിയിൽ എടുക്കും, ഇനിയും ഞാൻ ആവശ്യമുണ്ടെങ്കിൽ പൈസ കൊടുക്കും എന്നൊക്കെ തേർഡ് പാർട്ടി പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രത്യാശയുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണ് കൊടുത്തത് അത് തെറ്റായിട്ട് തേർഡ് പാർട്ടിക്ക് തോന്നുക. കിട്ടിയാൽ കിട്ടട്ടെ, കുഴപ്പമില്ല. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ തിരിച്ചു വന്നാൽ ഞാൻ ക്ഷമിക്കും, രണ്ടാമത് സ്വീകരിക്കും എന്നാണ് തേർഡ് പാർട്ടി പറയുന്നത്. അപ്പൊ ചിലപ്പോൾ തേർഡ് പാർട്ടിക്ക് നേരത്തെ അറിയാമായിരുന്നിരിക്കാം നിങ്ങളുടെ പേഴ്സണിന്റെ സ്വഭാവം. അത് അറിഞ്ഞിട്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടി സഹകരിച്ചത്. മനസ്സിലാവുണ്ടോ? പക്ഷെ അതുകൊണ്ടാണ് അവരിപ്പോഴും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്നാൽ ഞാൻ സ്വീകരിക്കും എന്നവർ പറയുന്നത്. അപ്പൊ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിന്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ പ്ലാൻ ഇല്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞു കേട്ടോ. ഇത് തിരിച്ചു പോയാൽ തന്നെ കാര്യങ്ങളെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് പേടികളുണ്ട്. ചിലപ്പോൾ മിക്കവാറും അങ്ങോട്ട് പോകാൻ വഴിയില്ല. അപ്പൊ ഇതാണ് മൂന്നാമത്തെ റീഡിങ്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. നിങ്ങൾ പേഴ്സൺ ഭയങ്കര ആരോഗൻ്റ് ആണ്, ഭയങ്കര സെൽഫിഷ് ആയ ഒരാളാണ്. മീൻസ് ആൾക്കാരെ ഒന്നും പറഞ്ഞു പറ്റിക്കാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ്. സ്വന്തം കാര്യം നടക്കണം എന്നൊരു ചിന്ത മാത്രമുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ. വളരെ ഈഗോ ഉള്ള ഒരാളാണ്. ഈഗോ മാത്രമല്ല, ആവശ്യം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു വലിയ ആളാണ്, സൗന്ദര്യമുണ്ട്, ഞാൻ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ മീൻസ് അവരുടെ വില കൂടും എന്നൊരു ചിന്തയുണ്ട്. മനസ്സിലായി? ഞാനിപ്പം ഭയങ്കര സൗന്ദര്യമുള്ള ഒരാള് നോർമലായ ആളുകളോട് ഇടപെടുമ്പോൾ അവർക്ക് വലിയ ക്രെഡിറ്റ് ആണ് നിങ്ങളുടെ പേഴ്സൺ ചെന്ന് സംസാരിക്കുന്നതെന്നാണ് നിങ്ങളുടെ പേഴ്സന്റെ ചിന്ത. അതൊരു വല്ലാത്ത വൃത്തികെട്ട മനസ്സാണത്. ജെമിനായി, അത് നിങ്ങൾക്കറിയായിരിക്കും. ടോറസ്, വല്ലാത്തൊരു മനസ്സാണ്. പക്ഷെ ഇങ്ങനെയുള്ള പേഴ്സൺ ആരുടെയൊക്കെ ജീവിതത്തിൽ കയറുന്നു അവർക്കൊന്നും സന്തോഷം ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഏരീസ്, ടോറസ്, ലീബ്ര. ടോറസ്, ലീബ്ര. കഷ്ടമായിപ്പോയി. നിങ്ങൾക്കും വലിയ ഗുണമില്ല ഈ പേഴ്സണെ കൊണ്ട്. പിന്നെ മാരീഡ് ആയതുകൊണ്ട് വേറെ വഴിയില്ലായിരിക്കും. ലിയോ. ഇത്രയും സോഡിയാക് സൈനാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യങ്ങളെല്ലാം അനുഗ്രഹിച്ച് തരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.